കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ನಾವಿವತ್ತು ಪುತ್ತೂರಿಂದ ಮದವೂರು ಮದನಂತೇಶ್ವರ ದೇವಸ್ಥಾನಕ್ಕೆ ಬಂದಿದ್ವಿ. ಇಲ್ಲಿಯ ಒಂದು ಅಭೂತಪೂರ್ವ ಬ್ರಹ್ಮಕಲಶೋತ್ಸವದಲ್ಲಿ ನಮಗೆಲ್ಲ ಭಾಗವಹಿಸಲಿಕ್ಕೆ ಅವಕಾಶವಾದ್ದು ನಮ್ಮೆಲ್ಲರ ಪುಣ್ಯ. ಇಲ್ಲಿಯ ವ್ಯವಸ್ಥೆಗಳು, ಇಲ್ಲಿಯ ಕಾರ್ಯಕ್ರಮಗಳು ಮತ್ತು ಇಲ್ಲಿಯ ಆದ ಎಲ್ಲ ಅಚ್ಚುಕಟ್ಟಾದ ಊಟದ ವ್ಯವಸ್ಥೆ, ಅಚ್ಚುಕಟ್ಟಾದ ಭಕ್ತರಿಗೆ ಬೇಕಾದ ವ್ಯವಸ್ಥೆಗಳು, ದೇವರ ದರ್ಶನ ಬಹಳ ಚೆನ್ನಾಗಿ ಆಯಿತು. ಖಂಡಿತ ದೇವರು ನಮಗೆ ಒಳ್ಳೆಯದನ್ನೇ ಮಾಡ್ತಾರೆ. ಅದು ಊರಿಗೆ ಕೂಡ ಒಳ್ಳೇದು ಮಾಡಲಿ. ಇಷ್ಟು ಜನ ಈ ಸೇವೆಯಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡಿದ್ದಾರೆ, ಅವರಿಗೆಲ್ಲರೂ ಒಳ್ಳೆಯದಾಗಲಿ. ಈ ಮದವೂರು ಮದನಂತೇಶ್ವರ ದೇವರ ಅನುಗ್ರಹ ಎಲ್ಲರಿಗೂ ಸಿಗಲಿ ಅಂತ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ. ನಮಸ್ಕಾರ ವೀಕ್ಷಕರೇ, ಮಧೂರು ಮೂಡಪ್ಪದ ಸಂಭ್ರಮದ ಕೊನೆಯ ದಿನದಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಈಗಲೂ ಅದರ ಸಂಭ್ರಮ ಸಡಗರ ಕಿಂಚಿತ್ತೂ ಕಡಿಮೆ ಆಗಲಿಲ್ಲ ಎನ್ನುವಾಗ ಭಕ್ತಜನ ಪ್ರವಾಹವೇ ಹರಿದು ಬರ್ತಾ ಇದೆ. ಗಣ್ಯರ ಸಂಖ್ಯೆಯು ಈ ನಿಟ್ಟಿನಲ್ಲಿ ಕಡಿಮೆ ಇಲ್ಲ ಎನ್ನುವಾಗ ವಿಶ್ವಮಟ್ಟದ ಇಲ್ಲಿನ ಸಂಭ್ರಮವನ್ನು, ವಿಶ್ವಮಟ್ಟದ ಇಲ್ಲಿನ ಸಡಗರವನ್ನು ಅನುಭವಿಸುವುದಕ್ಕೆ ಒಬ್ಬ ದೊಡ್ಡ ಉದ್ಯಮಿಗಳಾಗಿ, ಧಾರ್ಮಿಕ ಮನೋಭಾವವುಳ್ಳವರಾಗಿ ಪಾಡಿಯ ಶ್ರೀ ಗಂಗಾಧರನ್ ನಾಯರ್ ಅವರು ನಮ್ಮ ಜೊತೆಗೆ ಇದ್ದಾರೆ. ಬನ್ನಿ ಅವರೊಂದಿಗೆ ಅನುಭವವನ್ನು ಹಂಚಿಕೊಳ್ಳೋಣ. നമസ്കാരം. മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാ ഉത്സവവേളയിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ മധൂർ ദേവസ്ഥാനത്ത് ബ്രഹ്മകലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മറ്റ് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഇവിടുത്തെ വളണ്ടിയർമാരും മറ്റ് ക്ഷേത്ര പാലകന്മാരും അമ്പല കമ്മിറ്റികളും വളരെയധികം പ്രയത്നിക്കുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അലോസരങ്ങളും ഇല്ലാതെ വന്ന് ഭക്തിപുരസരം ഭഗവാനെ തൊഴുത് പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഭക്തിയുടെ ഒരു സായുജ്യം അണിഞ്ഞുകൊണ്ട് എല്ലാ ഭക്തരും വളരെ സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യമാണ്. കാരണം ഇങ്ങനെ ഒരു മഹാമേള അതിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുകയും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുകയും ചെയ്തിരിക്കുന്നത് നമ്മളൊരു ಸೌಭಾಗ್ಯമായിട്ട് ഞാൻ കാണുന്നു. ಸರ್, ಈ ಸಲದ ವಿಶೇಷತೆಯನ್ನು ನಾವು ಆಲೋಚಿಸಿದರೆ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ, ಮೂಡಪ್ಪ ಸೇವೆ, ವಾರ್ಷಿಕ ಜಾತ್ರೆ ಎಲ್ಲವೂ ಒಂದೇ ಸಾಲಿನಲ್ಲಿ ಬಂದಿದೆ ಅಂತ. ಈಗ ತಾವು ಹಿಂದಿನ ಮೂಡಪ್ಪ ಸೇವೆಯನ್ನು ನೋಡಿದ, ಅದರಲ್ಲಿ ಭಾಗವಹಿಸಿದ ಅನುಭವ ಉಂಟಾ? ഇല്ല, മുമ്പത്തെ മൂടപ്പ സേവ എന്ന് പറയുന്നത് 10-30 വർഷം മുമ്പ് നടന്നതാണ്. ആ സമയത്ത് എനിക്കതിൽ കൂടാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഭഗവാൻ ഈ സമയത്ത് നമുക്കെല്ലാം ഒരു വലിയൊരു സൗഭാഗ്യമായിട്ട് അത് നമുക്ക് കൂടാൻ കഴിഞ്ഞു. എല്ലാ ദിവസവും മധൂറിലേക്ക് എത്തിച്ചേരുന്ന ജനങ്ങളുടെ പ്രവാഹം അത് വലിയ തോതിലാണ്. അത് വളരെ നല്ല രീതിയിൽ
ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ കർമ്മികൾ കംപ്ലീറ്റ് നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദർശനം നൽകിക്കൊണ്ടാണ് മുമ്പിലോട്ട് പോയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രവാസിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ എൻ്റെ പ്രവാസത്തിലേക്ക് പോകുന്നത്, അതായത് എൻ്റെ എയർപോർട്ടിലേക്ക് പോകുന്നത് ഞാൻ ഈ അമ്പലത്തിൽ രാവിലെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. 20 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ രാവിലെ 5 മണിക്കാണെങ്കിലും വൈകുന്നേരം 5 മണിക്കാണെങ്കിലും അമ്പലം തുറന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ വന്ന് തൊഴുത് ദക്ഷിണ ഭണ്ഡാരത്തിൽ ഇട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ ഈ കഴിഞ്ഞ 20 വർഷത്തെ യാത്രയിൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എൻ്റെ ജീവിതം മുമ്പിലോട്ട് നല്ല രീതിയിൽ കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം നല്ലോണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് അതിലൂടെ പറയാൻ ಆಗ್ರಹಿക്കുന്നത്. ಸರ್, ಈಗ ಆದಿವಾಸಿ ಭಾರತೀಯರು ಪ್ರವಾಸಿಗಳು ಅವರ ಕೊಡುಗೆ ಕೂಡ ನಮ್ಮ ನಾಡಿನ ದೇವಾಲಯಗಳ ಬೆಳವಣಿಗೆಗೆ ತುಂಬ ರೀತಿಯಲ್ಲಿ ಬಳಕೆಯಾಗ್ತಾ ಇದೆ. ಎಲ್ಲಿ ಯಾವ ಆರಾಧನೆ ಇದ್ರೂ ಕೂಡ ಪ್ರವಾಸಿಗಳಿಂದ ಆದಿವಾಸಿಗಳಿಂದ ತುಂಬ ಸಹಾಯ, ಅದು ದೈಹಿಕವಾಗಿದ್ದರೂ ಫಿಸಿಕಲ್ ಆಗಿದ್ದರೂ ಕೂಡ ಫೈನಾನ್ಷಿಯಲ್ ಆಗಿದ್ದರೂ ಕೂಡ ಇನ್ನಿತರ ರೂಪದಲ್ಲಿ ಆಗಿದ್ರೂ ಕೂಡ ತುಂಬ ರೀತಿಯಲ್ಲಿ ಸಹಕಾರ ಬರ್ತಾ ಇದೆ. ಅದರಲ್ಲಿ ಒಬ್ಬರು ತಾವು ಇದನ್ನು ಹೇಗೆ ಕಾಣ್ತೀರಿ? ಮಧೂರು ದೇವಸ್ಥಾನವು ಸೇರಿದ ಹಾಗೆ. തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിതത്തിൽ ഇവിടുന്ന് പുറത്തുപോയി കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ദേവാലയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചികിത്സക്കായാലും അല്ലെങ്കിൽ ഭവനരഹിതർക്കായാലും ബാക്കിയുള്ളവർക്കായാലും ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ സനാതന ധർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവർ എന്താണ് പറയുന്നത്? നമുക്ക് ഈശ്വരൻ തരുന്ന അനുഗ്രഹം കൊണ്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഈ സമ്പാദ്യം അത് ഈശ്വരൻ തരുന്നതാണ്. ആ തരുന്നതിൽ നമ്മൾ തിരിച്ച് കുറച്ച് അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊരു അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. മറ്റു മതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പെർസെൻറ്റേജ് അവർ പല രീതിയിലും കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ നമ്മളും നമ്മളെ അമ്പലത്തിലേക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരു തുക കൃത്യമായിട്ട് നമ്മൾ ചിലവാക്കുന്നുണ്ടെന്നല്ല. അത് വളരെ ഭക്തി ആദരവോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. അതിൽ ആർക്കും പരാതിയില്ല, അത് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ಸಹೃದಯರೇ, ಪಾಡಿಯ ಶ್ರೀ ಗಂಗಾಧರ ನಾಯರ್ ಅವರು ಬಹಳ ದೊಡ್ಡ ಯೋಗದಾನವನ್ನು ಕೊಟ್ಟವರು ನಮ್ಮ ನಾಡಿಗೆ. ಧಾರ್ಮಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ, ಸಾಂಸ್ಕೃತಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ಅವರದ್ದಾದಂತಹ ಯೋಗದಾನ ಎನ್ನುವಂಥದ್ದು ಬಹಳ ದೊಡ್ಡದು. ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ತಮ್ಮೊಂದಿಗೆ ಅನುಭವವನ್ನು ಹಂಚಿಕೊಂಡಿದ್ದಾರೆ. ಶ್ರೀಮತಿ ಗಂಗಾಧರ ನಾಯರ್ ಅವರು ಜೊತೆಗಿದ್ದಾರೆ. ಸ್ನೇಹಿತರಾದಂತಹ ಎನ್ ಸತೀಶ್ ಅವರು ಧಾರ್ಮಿಕ ಮುದ್ದಾಳುಗಳು, ಸಾಮಾಜಿಕ ಮುದ್ದಾಳುಗಳು ನಮ್ಮ ಜೊತೆಗೆಲ್ಲಿದ್ದಾರೆ ಎನ್ನುವಾಗ ಒಂದು ಸಂತೋಷವನ್ನು, ಒಂದು ಅನುಭವವನ್ನು ಹಂಚಿಕೊಳ್ಳುವುದಕ್ಕೆ ವಿಧವಾದಂತಹ ವ್ಯಕ್ತಿತ್ವಗಳು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ ಎನ್ನುವುದೇ ನಮ್ಮ ನಾಡಿನ ಸೌಭಾಗ್ಯ. ಈ ದೃಶ್ಯಕಾವ್ಯ ನಿಮಗೆ ಇಷ್ಟವಾಗಿರಬಹುದು ಎನ್ನುವ ನಿಟ್ಟಿನಲ್ಲಿ ಈ ದೃಶ್ಯಕಾವ್ಯವನ್ನು ಇಲ್ಲಿಗೆ ಸಮಾಪ್ತಿಗೊಳಿಸ್ತೇವೆ. ಮುಂದಿನ ಸಂಚಿಕೆಯೊಂದಿಗೆ ನಿಮ್ಮ ಭೇಟಿ. ನಮಸ್ತೆ.